പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടെ പരിക്കേറ്റ യുവാവ് മരിച്ചു. കരിങ്കല്ലത്താണി സ്വദേശി നിസാമുദ്ദീനാണ് മരിച്ചത്. ഇയാൾ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഞായറാഴ്ച രാത്രിയാണ് ലഹരിയിലായിരുന്ന നിസാമുദ്ദീൻ പലരെയും ആക്രമിച്ചത്. മാരകമായി തല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ അടിയുടെ കേസ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ ഇവൻ വീണോടത്ത് റോട്ടിലാണ് തല തട്ടി വീണത്. അങ്ങനെ പിന്നെ ആ കടത്ത് അവിടെ കടന്നു. ആരും സ്വഭാവത ഈ നാട്ടിലാരും പെട്ടെന്ന് അവനെടുത്ത് കൊണ്ടുപോകില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു പക്ക ക്രിമിനലാണ്. ഈ നാട്ടിൽ തന്നെ കഞ്ചാവായിട്ടും എന്തായിട്ടും ഈ കുട്ടികളെ മുഴുവൻ കേടിയിരുത്തുന്നത് ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ആരും മെയിൻ ചെയ്യൂല. പൊതുവേ ആരും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതി ഒരു രാഷ്ട്രീയത്തേക്കും ഇവനെടുക്കൂല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതെ, സ്ഥിരമായിട്ട് ലഹരി കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കുക എന്നാണ് ഇവൻ്റെ ശൈലി. ഇവനൊറ്റക്കല്ല, ഇവൻ്റെ പിശുങ്കിടികളായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതെ, കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രായപൂർത്തിയായ കുറച്ചൊരു പക്വതയുള്ള കുട്ടികളെല്ലാം അങ്ങ് തിരഞ്ഞെടുക്കണം. പക്വതല്ലാത്ത ചെറിയ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടാണ് ഇതുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരിങ്കല്ലത്താണി സ്വദേശി നിസാമുദ്ദീനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയിൽ ലഹരിയിലായിരുന്ന നിസാമുദ്ദീൻ പലരെയും ആക്രമിക്കുകയായിരുന്നു. കരിങ്കല്ലത്താണി സ്വദേശി സൈദലവിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹം നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൈദലവിയെ ആക്രമിച്ചതിന് പിന്നാലെ നിസാമുദ്ദീനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ നാട്ടുകാരിൽ ചിലർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്ന് നിസാമുദ്ദീനെ പരിക്കുമേറ്റു. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. രാത്രിയാണ് ഒരു 7:30 മണിക്ക് ഇവിടെ ഇരിക്കുകയാണ്, ഈ തിണ്ടിലിരിക്കണേ. അവന് ഇങ്ങനെ നടന്നു വന്ന് ഞങ്ങളെ മുന്നിൽ കൂടെ നടന്നു വന്നു. ഞങ്ങളാരും മൊബൈലിൽ നോക്കണോണ്ട് ഇവൻ നടന്നു വന്ന് കണ്ടില്ല. ഇവനവിടെ ചെന്ന് ഈ മണി എന്ന് പറഞ്ഞ ആൾ, അതായത് സൈദലവി എന്നാണ് മൂപ്പരെ പേര്, മണി എന്ന് വിളിച്ചു. ഇവിടെ മൂപ്പര ഇവിടെ വന്ന് നിന്നപ്പോൾ മൂപ്പര മുഖത്തേക്ക് മുളക് പൊടി വെത്തറി. അങ്ങനെ മുളക് പൊടി വെതറിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് കത്തി അരയുന്നെടുത്ത് കടയിലേക്ക് വണ്ടി കയറി. അങ്ങനെ കടയിൽ കയറി ഇവന് കടയിൽ കുറേ സീനുണ്ടാക്കി പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പിടിച്ച് ഇവിടെ പുറത്താക്കി. സൈദലവിനെ വെട്ടി. അതായത് പുറകിലാണ് വെട്ട്, പിന്നെ കയ്യിലുണ്ട് വെട്ട്, പിന്നെ മുട്ടകൈയായിട്ട് നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട്. സൈദലവിക്ക് നല്ല പരിക്കാണ്. കാരണം എന്താ വെച്ചാൽ സൈദലവി പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അറ്റാക്കാണ് പെട്ടെന്നുണ്ടായത്. കാരണം ഈ മുളക് പൊടി വെതറിയിട്ട് ഇവനെ നല്ലോണം ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു കടയിൽ, ഷോപ്പിൽ. അങ്ങനെ ഇവർ എല്ലാവരും പാടെ കൂടി ചെക്കന്മാരൊക്കെ കൂടി പുറത്താക്കി. ഇവനെ വെളിക്ക് കൊടുന്ന് റോട്ടിൽ കൊടുന്നപ്പോഴേക്കിന് ഇവനെ അങ്ങോട്ടുള്ള പരാക്രമത്തിൻ്റെ ഇടയിൽ ഇവരും വീണ്. CCN പെരിന്തൽമണ്ണ.